നല്ല കൂട്ടുകാരെ, എല്ലാവരോടായിട്ട് ചോദിക്കുകയാണ്. ഇന്ന് ചന്ദ്രഗ്രഹണമാണ്. അതായത് 3 മണി തൊട്ട് 7 മണി വരെ എന്ന് പറഞ്ഞു. അതിനുള്ളിൽ നമ്മൾ ഭക്ഷണം കഴിക്കാനും പാടില്ല, ഒന്നും പാടില്ല. എല്ലാ അമ്പലങ്ങളും അടച്ചു. 7 മണി കഴിഞ്ഞിട്ട് അമ്പലം തുറക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മോമെന്ന് ചോദിച്ചു, അമ്മേ അങ്ങനെ പറയുകയാണെങ്കിൽ ഈ കടകളിലൊക്കെ വെച്ചുള്ള ഭക്ഷണമൊക്കെ വിഷമായിട്ടുണ്ടാവില്ലേ അമ്മേ? അതൊക്കെ ഇനി ഓരോരുത്തരും പോയി കഴിക്കുമ്പോൾ അത് ബുദ്ധിമുട്ടാവില്ലേ? അമ്മ ഒന്ന് ആലോചിച്ച് നമ്മുടെ ഓരോ കടകളിലിരിക്കുന്ന സാധനങ്ങളൊക്കെ ഒന്ന് ആലോചിക്കാമ്മ. അപ്പം ഞാൻ ആലോചിച്ച്, ശരിയല്ലേ, അതൊക്കെ വിഷമായിട്ടുണ്ടാവുമോ? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ശരിയാണോ അത്? എല്ലാവരും 7 മണി കഴിഞ്ഞിട്ട് സന്ധ്യ കഴിഞ്ഞതിന് ശേഷം അമ്പലം തുറക്കുള്ളൂ, അതുപോലെ തന്നെ പൂജയ്ക്ക് പ്രസാദങ്ങൾ ഉണ്ടാക്കുള്ളൂ, അതൊക്കെ പറഞ്ഞു കേട്ടു. ഇതിലെന്താണ് യാഥാർത്ഥ്യം? ഇനി ഭക്ഷണ സാധനങ്ങളൊക്കെ പിന്നെ ഓരോരുത്തരും ഉണ്ടാക്കിയുള്ള സാധനങ്ങളൊക്കെ വേസ്റ്റായി പോയിട്ടുണ്ടാവോ? അത് ഉപയോഗിക്കുന്നുണ്ടാവോ? ഈ ചന്ദ്രഗ്രഹണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് നമ്മൾ സൂര്യഗ്രഹണം സമയത്ത് നട്ടുച്ച നേരത്ത് കോഴി കൂകിയ സമയമൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് പിന്നെ നേരം വൈകിട്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചാണകവെള്ളമൊക്കെ തെളിച്ച് വൃത്തിയാക്കി വീടും പരിസരമൊക്കെ വൃത്തിയാക്കി എല്ലാ സാധനങ്ങളും പുറത്തെടുത്തിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഭക്ഷണം ഉണ്ടാക്കിയ സമയങ്ങളും നമുക്ക് ഓർമ്മയുണ്ട്. പക്ഷെ ഇപ്പോൾ ഒരു വീട്ടിലും അങ്ങനെയൊന്നും കാണാനില്ലേ. പണ്ടൊക്കെ അച്ഛമ്മ പറയും, മക്കളെ ഒന്നും കഴിക്കരുത്, വിഷമാണ് കേട്ടാ, പാമ്പിനെ. അപ്പം നമുക്ക് പാമ്പിൻ്റെ ഓർമ്മ വരിക. അത്രയും വിഷം എന്ന് പറയുന്ന പോലെയാണ്. എന്താ വെച്ചാൽ സൂര്യനെ പാമ്പ് വിഴുങ്ങണതൊക്കെയാണ് നമ്മൾ വീഡിയോയിൽ കണ്ടിരുന്നത്. അതായത് നമ്മൾ അന്നൊക്കെ കണ്ണാട വെച്ചിട്ടും ഇതൊക്കെ വെച്ചിട്ട് നോക്കുമ്പോഴൊക്കെ പറയുന്നതേ പാമ്പ് സൂര്യനെ വിഴുങ്ങണ്, അങ്ങനെയൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇന്ന് ചന്ദ്രഗ്രഹണമെന്ന് പറഞ്ഞപ്പോൾ പൊങ്കാലയൊക്കെ ഇട്ടതിന് ശേഷം പ്രസാദമൊക്കെ എല്ലാവർക്കും കൊടുത്തിട്ട് നമ്മൾ വിചാരിച്ചു, ഇപ്പം ഈ ഓരോ കടകളിലും സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് അതൊക്കെ എന്തായിരിക്കും ഭഗവാനെ? അതൊക്കെ വിഷമായി തീർന്നുണ്ടാവില്ലേ? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ശരിയാണോ അത്?